വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തികളിലൂടെ അർത്ഥവത്താക്കുന്ന ഒരു യുവ നേതാവ്. കേരള രാഷ്ട്രീയത്തിൽ യുവതലമുറയുടെ ശബ്ദമായി ഉറച്ചു നിൽക്കുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായ ശ്രീ ഹൈബി ഈഡൻ MP. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്ന് സംഘടനാപരമായ കഴിവും നിലപാടുകളുടെ വ്യക്തതയും ജനകീയ ഇടപെടലുകളും കൊണ്ട് ശ്രദ്ധേയനായ നേതാവാണ് ശ്രീ ഹൈബി ഈഡൻ. വികസനവും സാമൂഹ്യനീതിയും വിദ്യാഭ്യാസവും തൊഴിലും യുവജന വിഷയങ്ങളും പ്രധാന അജണ്ടകളാക്കി പ്രവർത്തിക്കുന്ന ഈ യുവ നേതാവ് ജനാധിപത്യത്തിൽ പുതിയ പ്രതീക്ഷയുടെ സാന്നിധ്യമാണ്. മാതിരപ്പള്ളി അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനുമായി ബഹുമാന്യനായ ശ്രീ ഹൈബി ഈഡൻ MP ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീ ഹൈബി ഈഡൻ MP, റവറൻഡ് ഫാദർ ജോൺ കാപ്പിസ്റ്റൻ ലോപ്പസ്, റവറൻഡ് ഫാദർ ഇപ്പോൾ തിരിതെളിക്കുന്നത് ശ്രീ ഹൈബി ഈഡൻ MP. അടുത്തതായി തിരിതെളിക്കുന്നത് റവറൻഡ് ഫാദർ ജോൺ കാപ്പിസ്റ്റൻ ലോപ്പസ്. റവറൻഡ് ഫാദർ ജോർജ് മാതിരപ്പള്ളി, റവറൻഡ് ഫാദർ പീറ്റർ മാതിരപ്പള്ളി, റവറൻഡ് ഫാദർ ജിബിൻ മാതിരപ്പള്ളി, റവറൻഡ് സിസ്റ്റർ ലിസി മാതിരപ്പള്ളി, യോഗാധ്യക്ഷൻ ശ്രീ ജോർജ് മാസ്റ്റർ. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സദസ്സിന് നന്ദി. ആദരണീയനായ ഹൈബി ഈഡൻ MP നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുക. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, മാതിരപ്പള്ളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എത്രയും പ്രിയങ്കരനായ ശ്രീ ജോർജ് വാസിം, ഈ സമ്മേളനത്തിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ TJ വിനോദ്, അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ബ്രൗണി എഡ്വേർഡ്, പ്രിയപ്പെട്ട നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ചരിത്രം നമ്മൾ വിവരിച്ച പ്രിയങ്കരനായ കൺവീനർ പ്രിയപ്പെട്ട ക്രിസ്റ്റഫർ ഏട്ടൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുൻ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ MR ആൻ്റണി, പ്രിയങ്കരനായ ശ്രീ MB ലോറൻസ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ ജോർജ് മാതിരപ്പള്ളി, റവറൻഡ് ഫാദർ പീറ്റർ മാതിരപ്പള്ളി, റവറൻഡ് ഫാദർ ജിബിൻ മാതിരപ്പള്ളി, പ്രിയപ്പെട്ട ഇടവകയുടെ വികാരി റവറൻഡ് ഫാദർ ജോൺ കാപ്പിസ്റ്റൻ ലോപ്പസ്,
വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഹെർബിറ്റ് അടക്കം, ജെസി സൈമൺ അടക്കം, ഷൈമോൾ അടക്കമുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നമ്മുടെ നാടിൻ്റെ കലാകാരൻ ശ്രീ ബൈജു ജോസ്, പ്രിയപ്പെട്ട ആന്റണി നിക്സൺ, എത്രയും പ്രിയപ്പെട്ട സിസ്റ്റർ അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, സന്യാസി സഹോദരിമാരെ, മാതൃപള്ളി കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ പേര് വായിക്കണോ വേണ്ടേ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു. കാരണം കുടുംബചരിത്രം വിവരിച്ച് സ്വാഗതം ആശംസിച്ച ക്രിസ്റ്റഫർ ഏട്ടൻ വലിയ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു. കാരണം അത്രയും അധികം വിശിഷ്ട വ്യക്തികൾ ഈ കുടുംബത്തിൽ നിന്നുള്ളത് കൊണ്ട് പേര് പറഞ്ഞു തുടങ്ങിയാൽ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു. പക്ഷേ മിക്കവാറും എല്ലാ വൈദികരും ഒരുപാട് വേദികളിൽ, ഒരുപാട് പദ്ധതികളിൽ, ഒരുപാട് ചടങ്ങുകളിലെല്ലാം ഒരുമിച്ച് എത്തിയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരുടെ എല്ലാം പേരും ആദരിക്കപ്പെടേണ്ട ആളുകളായതുകൊണ്ട് പേരിവിടെ പറഞ്ഞതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കുടുംബമാണ് മാതിരപ്പള്ളി. 2011 ഞാനൊരു MLA ആയി ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എവിടെ തിരിഞ്ഞാലും മാതിരപ്പള്ളി കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾ ഒന്നെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരായിരിക്കും, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർമാരായിരിക്കും. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽ ചേരാനെല്ലൂർ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്ത് നിന്ന് നമ്മുടെ വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ഫാമിലി ട്രീയാണ്. ഞാൻ ഒരുപാട് കുടുംബ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും, അസോസിയേഷൻ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും നിറഞ്ഞ ഒരു ഓഡിയൻസിനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. സന്തോഷം പങ്കുവയ്ക്കുന്നത് പോലെ ഒരു ചെറിയ ഒരാശങ്കയും കൂടി പങ്കുവയ്ക്കുകയാണ്. ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ആളുകളൊക്കെ യൂറോപ്പിലോ അമേരിക്കയിലോ മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിരിക്കും. കാരണം ചെറുപ്പക്കാരൊരല്പം കുറവായിട്ട് പ്രപ്പോഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഫുൾ ഹൗസ് തന്നെയാണ്. ഈ കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിൽ ശക്തമായ വേരുകൾ ഉറപ്പിച്ച് നമ്മുടെ സഭാവിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ആളുകളാണ്. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമാണ് ഇത്രയും ഏകോപനത്തോടു കൂടി ഇപ്പോഴും കെട്ടുറപ്പോടു കൂടി പോകുന്നത് കാണുന്നത്. അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആ കുടുംബത്തിൻ്റെതായിട്ടുള്ള നന്മകളും അംശങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നും ആ ഒരു കൂട്ടായ്മ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്താൻ നമ്മുടേതായ ആളുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ്. അത് പല സന്ദർഭങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 15 വർഷമായി ഒരു ജനപ്രതിനിധിയായി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോഴെല്ലാം അത് പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തമായ പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് മഹാമാരി വന്നപ്പോഴുമെല്ലാം ഈ കുടുംബത്തിൻ്റെ വലിയ സാമൂഹ്യപരമായ പ്രതിബദ്ധത എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ മുതിർന്ന ഈ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞത് ഇവിടെ എത്തിച്ചേരണം. ഇന്ന് ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളും പരിപാടികളും വിവാഹ ചടങ്ങുകളും എല്ലാം ഉണ്ടെങ്കിലും എനിക്കിന്ന് ഇവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴാണ്, ഞാനിപ്പോൾ MLA അല്ലാത്തത് കൊണ്ട് ഫുൾ ടൈം വിനോദിനെയാണ് ഇവിടെ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ലെങ്കിലും ഞാനിപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ കപ്പിസ്ഥാൻ അച്ഛനാണ് ഇടവക വികാരി എന്നുള്ളത്. അച്ഛനെ കുറിച്ച് MR യാതൊരു ബോധ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി.
കാരണം ഞാൻ എംആറിനോട് ഞാൻ ചോദിച്ചു, അത് നമ്മുടെ നാടകമൊക്കെ രചിക്കുന്ന അച്ഛനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എംആർ പറഞ്ഞു, പുള്ളി ഒരു എഴുത്തുകാരനാണ്, യൂട്യൂബിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു ലത്തീൻ കത്തോലിക്കൽ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ട, നമ്മുടെ അതിരൂപത ഒരുപാട് അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തമാണ്. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു ഡ്രാമ അവതരിപ്പിച്ച അമ്മമരം അവതരിപ്പിച്ച, അതിനുശേഷം രണ്ടാമത്തേതിൻ്റെ പേര് ഐ ബിലീവ്. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുള്ളതാണ്. എംആർ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ എംആർ മാത്രമല്ല കേട്ടോ, ഈ അസോസിയേഷൻ്റെ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞിട്ടില്ല. നിങ്ങളിൽ കുറേ പേർക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അത് അദ്ദേഹം ഒരു സർഗശേഷിയുടെ ഒരു വലിയ കലവറയാണ്. അദ്ദേഹത്തെ നമുക്ക് ചേരാനല്ലൊരു പ്രത്യേകം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം വെറുതെ ഇരിക്കുന്ന ഒരച്ഛനല്ല, എപ്പോഴും സാഹിത്യ സർഗശേഷിയുടെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ നിരന്തരമായ ഇടപെടലുകൾ തെളിയിക്കുന്ന അച്ഛനാണ്. സ്റ്റാൻലി അച്ഛനെ മാത്രമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റാതിരുന്നത്. ബാക്കി ജോർജ് അച്ഛനെ സിൻസി വിദ്യാനികേതനിലും പല സാമൂഹ്യ വിഷയങ്ങളിലുമെല്ലാം ജനകീയ പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു വളരെ കൃത്യമായ നിലപാടുകളുള്ള അച്ഛനായതുകൊണ്ട് ഞങ്ങൾ പല വേദികളിലും കൂട്ടിമുട്ടാറുണ്ട്. ബാക്കി വൈദികരും സന്യാസിനിമാരും എല്ലാവരെയും ഇവിടെ ജിബിനച്ഛനെ ESSൽ നിന്ന് കണ്ടതാണ്. ESS വിട്ട് അച്ഛൻ മറ്റു മേഖലകളിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എല്ലാവരെയും പല വേദികളിലും കാണാൻ കഴിയാറുണ്ട്. പല ആളുകളും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു, തോറ്റു. രണ്ടുപേരും ഒരു വാർഡിൽ മത്സരിച്ചു, രണ്ടുപേരും തോറ്റ ആളുകളുണ്ട്. ഏതായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരാൻ കഴിഞ്ഞതിലും എനിക്ക് വലിയ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ വലിയ വിഭവസമൃദ്ധമായ ഒരു വിരുന്നാണ് ഇതിന് ശേഷം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വിശക്കുന്ന വയറുകൾക്ക് മുമ്പിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും അപ്പകഷ്ണം വിലപ്പോകില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.